ഒന്നുമില്ല നന്ദേട്ട, ഒന്നുമില്ല. നന്ദേട്ട എന്തിനു വിഷമിക്കുന്നു? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒന്നുമില്ല, ഒന്നുമില്ല നന്ദേട്ട. ഉമ്മയ്ക്ക് വേണ്ടി നന്ദന് ചെയ്യാൻ കഴിയുന്നതെല്ലാം നന്ദൻ ചെയ്തു. ബാക്കിയൊന്നും നന്ദന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ലല്ലോ. അറിയാഞ്ഞിട്ടല്ല റഹ്മാൻ, പക്ഷെ ഇത് ഓർക്കാപ്പുറത്തൊരു അടിയേറ്റ പോലെ ആയിപ്പോയി. ജോലി കിട്ടി, ഉമ്മയുടെ അസുഖമൊക്കെ ഭേദാവാൻ തുടങ്ങി, കഷ്ടകാലമൊക്കെ കഴിഞ്ഞു കൊടുത്ത് സന്തോഷിച്ചിരിക്കുമ്പോഴാണ്. ശരിയാണ്, എന്ന് വെച്ച് ചികിത്സ നിർത്തിവെക്കാൻ പറ്റില്ലല്ലോ. ആശ കൈവിടരുത്, ഒക്കെ ശരിയാവും. പക്ഷേ ജോലിക്ക് പോവാതെ ഇവിടെ ഇരുന്നാൽ ഇതൊന്നും നടക്കില്ല. മനസ്സാന്നിധ്യം വിട്ടുകിട്ടാൻ കുറെ സമയം എടുക്കുന്നുണ്ട്. അതിന് ഇവിടുത്തെ ഏകാന്തതയേക്കാൾ നല്ലത് കോളേജാണ്. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. ശ്രുതി, ശ്രുതി ഇങ്ങോട്ട് വന്നില്ലേ? അവിടെയുണ്ട് സാർ. മോൾ എന്ത് പണിയായി കാണിക്കുന്നേ? ഇന്നലെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വന്നേ, ആ വേഷമൊക്കെ മാറി ഒന്ന് വേഗം റെഡിയാകും. എനിക്ക് ധൃതിയുണ്ട്. ഡാഡി പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. മോളെ വാശി പിടിക്കല്ലേ, ഞാൻ മടങ്ങി വരാൻ ഒരാഴ്ചയാവും. അതുവരെ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ? സാരമില്ല, സേവൻസ് ഒക്കെ അല്ലേ ഇവിടെ. പറയുന്ന ഒന്ന് കേൾക്ക് ശ്രുതി. നിന്നെ കോളേജിൽ വിട്ടിട്ട് വേണം ഡാഡിക്ക് പോകാൻ. കമോൺ. നോ ഡാഡി, ഡോണ്ട് കമ്പൽ മീ. ഞാൻ വരുന്നില്ല. ഡാഡി പ്ലീസ്. ഇല്ല, ഞാൻ പറഞ്ഞതല്ലേ, നോ മോർ മൂവീസ്, നോ എന്റർടൈൻമെന്റ്സ്, നോ ഔട്ടിംഗ്, നത്തിങ്. അങ്ങനെ ഉപരോധം ഏർപ്പെടുത്തിയാലൊന്നും ഞാൻ വരാൻ പോകുന്നില്ല. വേണ്ട, വരണ്ട. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോണം, അങ്ങ് സ്വർഗത്തിലിരുന്ന് നിന്റെ മമ്മി ഇതൊക്കെ കണ്ട് സങ്കടപ്പെടുന്നുണ്ടാവും. എന്റെ ഫീലിങ്സ് മമ്മിക്ക് മനസ്സിലാവും. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ സാറിനെ കയറി പ്രേമിക്കാൻ? അയ്യേ, സെലക്ഷന്റെ കാര്യത്തിൽ എന്റെ മോള് കുറെ കൂടി ഭേദമാണെന്നാ ഞാൻ കരുതിയത്. ഡാഡി, സത്യത്തിൽ ഇപ്പോ നിന്റെ സാറിനോട് എനിക്കൊരു റെസ്പെക്ട് ഒക്കെ തോന്നുന്നുണ്ട്. എന്റെ മോളുടെ പ്രേമം നിഷേധിച്ച വിശ്വാമിത്രനല്ലേ പാർട്ടി? എനിക്കൊന്ന് പരിചയപ്പെടണം. ഡാഡി വേണ്ട. അയ്യേ, കരയുന്നോ? ഛേ, എന്റെ മോൾക്ക് കുറച്ചൊക്കെ ഗട്സ് ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. ഒന്നുമില്ലെങ്കിൽ നീ വളപ്പിൽ കൈമളുടെ മോളല്ലേ. ഒരു സില്ലി റൊമാൻസിന്റെ പേരിൽ നീ തോറ്റു വീട്ടിൽ വന്നിരുന്ന നാണക്കേടി ഡാഡിക്കല്ലേ? ബി ബോൾഡ്. അയാൾക്ക് വേണ്ടെങ്കിൽ നിനക്കും വേണ്ട. ധൈര്യമായിട്ട് ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യണം. നീ കോളേജിലെ ഹീറോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എത്ര സില്ലി ഒന്നുമല്ല ഡാഡി. ദേ നോക്ക്, ഡാഡിയും മോളും എന്നുള്ള വ്യത്യാസം ഇല്ലാതെ നമ്മൾ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യാറുള്ളതല്ലേ. ആ ഫ്രീഡം ഇക്കാര്യത്തിലും ഡാഡിക്കുണ്ട്. മനസ്സിലായോ? എനിക്ക് വേഗം റെഡിയാകും. ഇന്ന് ഏതായാലും ഞാൻ വരുന്നില്ല. ഡാഡി പോയി വരുമ്പോഴേക്കും എനിക്കൊരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ടാവും. അതുവരെ എനിക്ക് സമയം എന്താ ഡാഡി? ഞാൻ നിന്നെ ക്ലാസ്സിൽ കൊണ്ടാക്കണോ? വേണ്ട, ഡാഡി പോയിക്കോളൂ. ഐ ആം ഓൾറെഡി ഡാഡി. ഇനി ഞാൻ പ്രശ്നം ഒന്നും ഉണ്ടാക്കൂല. നൗ ഐ ആം ഓൾറെഡി ഡാഡി. ഓക്കെ. ദേ നമ്മുടെ മങ്ങണി. ശ്രുതി, മങ്ങണി ഞാൻ വന്നു. എങ്ങനെയുണ്ട് ചെത്തൊക്കെ? ഡി കഞ്ഞി, നീ ഇപ്പഴും പഴയ കുടിക്കാറുണ്ടോ? ശ്രുതി, നോ. അപശ്രുതി വിളിക്കടി. അവളുടെ ഒരു ഫോർമാലിറ്റീസ്. നമ്മുടെ കാർബൺ കോപ്പി പെൻസിലൊക്കെ എന്തി? ക്യാൻറ്റീനിലുണ്ട്. എന്റെ മുഖത്ത് ചെറിയൊരു ചമ്മലുണ്ടല്ലേ? ഏറ്റവും ചുരുങ്ങിയത് കൂവല്ലെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. എന്താടി എല്ലാവരും കുളത്ത് വീണ കോഴിയെ പോലെ ഇരിക്കുന്നേ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എല്ലാം എന്റെ ഓരോ ഫൂളിഷ്നെസ്. നീ എപ്പോഴാ വന്നത്? ജസ്റ്റ് നൗ. ഡാഡി ഉണ്ട്. സാറിനെ കാണാൻ പോയിരിക്കുക. നീ കണ്ടോ സാറിനെ? അതാണ് ഇനി ആകെ ഒരു ചമ്മല്. സാരില്ല, ഞാൻ കുറെ റിഹേഴ്സൽ എടുത്തിട്ടുണ്ട്. നിനക്ക് എഴുതണമെന്ന് കരുതിയിരിക്കായിരുന്നു. സാറിന്റെ കാര്യം നീ അറിഞ്ഞില്ലേ? എന്ത്? ആ ചേച്ചിയില്ലേ, അവർക്ക് വീണ്ടും സ്ട്രോക്ക് വന്നു. ടോട്ടലി ബെഡഡ്. പെട്ടെന്നുണ്ടായ എന്തോ മെന്റൽ ഷോക്കാണത്രേ. നീ നാട്ടിൽ പോയില്ലേ? അന്ന് വൈകിട്ട് സംഭവം. ഇനി ട്രീറ്റ്മെന്റിലൊന്നും ഒരു കാര്യമില്ലെന്നാ പറയുന്നേ. പാവം, കഷ്ടായിപ്പോയി. സാറാകെ അപ്സെറ്റാ. നാട്ടിലായിരുന്നു. 3-4 ദിവസം മുമ്പ് വന്നത്. വല്ലാത്തൊരു ഫേറ്റ് ആയിപ്പോയി സാറിന്റെ. നീ ശപിച്ചതാണോന്ന് പോലും തമാശയ്ക്ക് ഞങ്ങളൊക്കെ പറഞ്ഞു. കൂടുതൽ ലാളിച്ചാൽ കുട്ടികൾ വഷളാവൂന്ന് പറയാറുണ്ട്. എന്റെ മകളുടെ കാര്യം മറിച്ചാണ്. ബിസിനസിന്റെയും തിരക്കിന്റെ ഇടയിൽ എനിക്ക് അവളെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അമ്മയില്ലാതെ വളർന്നതിന്റെ വാശിയും ദുശാറ്റവും വേറെ. എന്ന് വെച്ച് അവളൊരു ചീത്ത കുട്ടിയൊന്നല്ല കേട്ടോ. എനിക്കറിയാം. അവൾക്ക് വേണ്ടി ഞാൻ സാറിനോട് മാപ്പി ചോദിക്കുകയാണ്. എല്ലാ കാര്യവും അവൾ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ബാലിശമായൊരു തോന്നലാണെന്ന് കരുതിയാൽ മതി സാറത്. ഞാനും അത്രേ കണക്കാക്കിയിട്ടുള്ളൂ. ശ്രുതി വന്നില്ലേ? ഉണ്ട്.
ക്ലാസ്സിൽ പോയി. അവൾക്ക് സാറിനെ ഫേസ് ചെയ്യാനൊരു മടി. എനിക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ, ഞാൻ പോവാം. നമുക്ക് പിന്നൊരിക്കൽ വിശദമായിട്ട് കാണാം. വരട്ടെ. ഡാഡിയെ കണ്ടിരുന്നു. തിരിച്ചു വന്നത് നന്നായി. ഇപ്പൊ പ്രാക്ടിക്കലല്ലേ? ചെല്ലേ, നീ പഠിത്തത്തിലെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല കുട്ടിയായിട്ട് നടന്നോളൂ. സർ, ഒന്നുമില്ല. തിരിച്ചിട്ടോ, ഞാനിപ്പോ വരാം. എന്തു പറ്റി? കൊച്ചിയിൽ നിന്ന് രാത്രി മുതൽ നല്ല പനിയാ. ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോവാ. നല്ല ചൂടുണ്ട്, വേഗം കൊണ്ടു. ആ, പതുക്കെ കഴിക്കാം, പതുക്കെ. എന്താ അവിടെ നിന്നിട്ട് ഒരു സമാധാനമില്ല നന്ദ. ഉമ്മ ഇതേവരെ ഇല്ലാത്ത ചില ശാഠ്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. എത്ര നിർബന്ധിച്ചിട്ടും മരുന്ന് കഴിക്കണില്ല. എല്ലാം മതിയായിന്ന് അവള് പറയണത്. എനിക്ക് വയ്യ. എന്താ നന്ദ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഒന്ന് അവിടെ വരെ വാ. നന്ദേട്ടൻ വന്നോ? ഇന്ന് ശനിയാഴ്ചയല്ലല്ലോ, ലീവ് എടുത്തൂല്ലേ? ഇപ്പൊ തന്നെ ഒരുപാട് ലീവ് എടുത്തില്ലേ? എത്ര കാത്തിരുന്നിട്ട് കിട്ടിയ ജോലിയാ. ഉമ്മ എന്താ മരുന്ന് കഴിക്കാത്തത്? അച്ഛൻ പറഞ്ഞൂല്ലേ, നന്ദേട്ടനെ കാണാൻ പുറപ്പെടുമ്പോഴേ ഞാൻ കരുതിയതാ, വെറുതെ നന്ദേട്ടനെ വിഷമിപ്പിക്കാൻ. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാ കൂടുതൽ വിഷമം. അമ്മാവ മരുന്നെടുക്ക. വേണ്ടച്ചാ, ഞാൻ ഇനിയും മരുന്ന് കഴിച്ചിട്ട് പ്രയോജനമുണ്ടെന്ന് നന്ദേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? മനസ്സ് പതറാതിരുന്നാൽ ഇനിയും പ്രയോജനം ഉണ്ടാവും. നന്ദേട്ടന് വിശ്വാസമുണ്ട്. ദൈവം നമ്മൾ ഉപേക്ഷിക്കില്ല. ഒരിക്കലും ഈ അവസ്ഥയിൽ നിന്ന് പിടിച്ചു കയറിയതല്ലേ നമ്മൾ. ഇനിയും ശ്രമിക്കാം, കഴിയും. നമുക്കതിന് കഴിയുമേ. അന്നൊക്കെ എന്നെ ആശ്വസിപ്പിക്കുമ്പോ ഇതിനേക്കാളും തിളക്കം ഉണ്ടായിരുന്നു നന്ദേട്ടന്റെ മുഖത്ത്. ഇപ്പൊ നന്ദേട്ടൻ ഒന്ന് പതറുന്നുണ്ട്. വേണ്ട നന്ദേട്ട, ഇനി കഴിയില്ല. ഉമ്മേ, എനിക്കിപ്പോ കരച്ചിൽ പോലും വരാറില്ല. ഈ മച്ചിൽ നോക്കി ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോ വല്ലാത്തൊരു ശാന്തതയാണ്. കണ്ണടച്ച എങ്ങോട്ടോ മെല്ലെ താണ് പോണ പോലെ. മരണം എന്ന് പറയണ ചിലപ്പോ അങ്ങനെയാവും.